ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. മിഠായി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മുസാറയാണ് കേട്ടോ. മുസാറ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള ഡ്രിങ്കാണ്. അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചെടുക്കുന്നത്. കുറച്ച് മൈദ, പഞ്ചസാര, കടലപ്പരിപ്പ്, ഏലക്കായ, ഉപ്പ്, നെയ്യ്. പിന്നെ വേണ്ടത് ഒരു ഒന്നര മുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുറി, പിന്നെ ഒരു കഷ്ണം, ഇത്ര നാളികേരം. ഇതിൻ്റെ പാലാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ ഈ കടലപ്പരിപ്പ് സ്വല്പം ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കട്ടെ. തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം. അത് രണ്ടും കൂടി ശരി എടുത്തിട്ട് വരാം കേട്ടോ. തേങ്ങാപ്പാലും വേണം, ഈ കടലപ്പരിപ്പ് വേവിക്കും വേണം. വേവിച്ചിട്ടൊന്ന് ആറണം. ഇത്ര മൈദപ്പൊടി വേണം കേട്ടോ. നമ്മൾ ഈ പാത്രത്തിൽ കാണിച്ചെന്നില്ലേ, ഇത്ര മൈദപ്പൊടി ഇതിലിട്ടുണ്ട്. പിന്നെ മൈദപ്പൊടി എടുത്ത അത്ര തന്നെ പഞ്ചസാര ഇതിലിട്ട് കൊടുക്കുക. ഇത്ര ഉപ്പിട്ട് കൊടുക്കുക. തേങ്ങാപ്പാൽ ഇതവിടെ അടിച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. ഇത്തിരി കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. അപ്പോൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. മൈദയും തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടിയിട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. അത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് ഇത് കുറുക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇത് മുസാറക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഇത്തിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയിട്ട് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിം ആക്കണം. തേങ്ങാപ്പാൽ ഇത്തിരി കട്ടിക്കുള്ളത് വേണം. ഇതിൽ തേങ്ങാപ്പാൽ, പഞ്ചസാര, മൈദ, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് ഇട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇവിടെ ഏകദേശം ഇങ്ങനെ കട്ടിയായി വന്നിട്ടുണ്ട്. കണ്ടോ, തിക്കായി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം കട്ടിയാവുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഏകദേശം അങ്ങനെ ശരിയായി വന്നിട്ടുണ്ട്. ഇത് തീ നന്നായി കുറച്ച് വെക്കണം. ഇത് അടിക്ക് പിടിക്കാതെ നന്നായി നോക്കണം. നല്ല കട്ടിയായി വരും. പിന്നെ ഇനി ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇത് പാകത്തിന് ഇത് ആയിട്ടുണ്ട്. കണ്ടോ, പിന്നെ നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി കുറച്ച് ചേർക്കുക. പിന്നെ കുറച്ച് നെയ്യ് ചേർക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേണമെന്നുള്ളവർക്ക് ചേർക്കാം, വേണ്ടാന്നുള്ളവർക്ക് ചേർക്കണ്ട. ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾ ചേർക്കുന്നില്ല, നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചത് അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
തീ ഓഫാക്കാം. ഇനി തണുത്തതിന് ശേഷം എടുക്കാട്ടോ. മുസാറ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പരുവം. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതാണ് തൃശ്ശൂർക്കാരുടെ മുസാറ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.